മറ്റു പാർട്ടികൾ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ദിവസേന കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറുചേരിയിലുള്ളവർ പരക്കെ പറഞ്ഞു നടക്കുന്ന ഒന്നാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കോൺഗ്രസിന്റെ ശക്തി കോൺഗ്രസ് തന്നെ തെളിയിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി ജൂഡ് കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് പുതിയ വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ രവിപുരം ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും. 2020 എന്ന പാർട്ടി നാളെയുടെ പ്രതീക്ഷയായിരിക്കും എന്ന് കരുതിയായിരുന്നു ആന്റണി ജൂഡ് അതിൽ ചേർന്നതും സ്ഥാനാർത്ഥിയായി നിന്നതും. എന്നാൽ അതൊരു കോർപ്പറേറ്റ് സംവിധാനമായിരുന്നു. ആ പാർട്ടിയിൽ നിന്നും ജയിച്ചു വരുന്നവർ ഒരു പാവയെ പോലെ ആയിരുന്നു. ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനാണ് 2020 ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇല്ലായ്മയുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കിറ്റ് നൽകി പറ്റിക്കുകയാണ് CPM ചെയ്യുന്നത് എന്നതാണ് ആന്റണി ജൂഡിന്റെ അഭിപ്രായം. എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും ആന്റണി ജൂഡിന്റെ ഈ സ്ഥാനാർത്ഥിത്വം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. സ്വന്തമായി കണ്ട 2020 പാർട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിലൊരു സത്യം ഇല്ലാതിരിക്കില്ലല്ലോ. ഈ പാർട്ടിയിൽ ചേർന്നത് തന്നെ അബദ്ധമായാണ് ആന്റണി ജൂഡ് പറയുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോഴായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകുക. അതായത് കോൺഗ്രസിൽ ചേരുക എന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ലത് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ നിന്നാൽ സാധിക്കുമെന്ന് ആന്റണി ജൂഡിന് നന്നായി അറിയാം. എന്നാൽ അതിനു പുറമെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറയുന്നത് 2020 എന്ന പാർട്ടിയിൽ ജനാധിപത്യം ഇല്ല എന്നും ഏകാധിപത്യ സ്വഭാവമാണ് എന്നുമാണ്. അതുപോലെ 2020 നാളുകളിൽ മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് ലയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലൂടെ എല്ലാം മനസ്സിലാക്കി തരാൻ സാധിക്കുന്നത് എതിർ പാർട്ടികൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയുടെ പതനം എന്നത് ഇന്നും നാളെയും മാത്രമല്ല ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട എന്നത് തന്നെയാണ്. മറ്റൊരു പാർട്ടികളും അത് മോഹിച്ച് ഇരിക്കുകയും വേണ്ട.